സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ദേവികയാണെങ്കിൽ ഈ നന്ദൻ്റെ എല്ലാ കള്ളത്തരങ്ങളും കയ്യോടുകൂടി പിടിക്കുന്ന എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. അത് വേറൊന്നുമല്ല, ഈ നന്ദൻ ഒരു കാറുമായിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് ഈ കാറ് കണ്ടിട്ട് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, ഇത് ആരുടെ കാറാന്ന് ചോദിക്കുമ്പം അതെനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്, ആരാ ഗിഫ്റ്റ് തന്നതെന്ന് ചോദിക്കുമ്പം അത് ഇസബല്ലയാന്ന് പറയുന്നു. അത് കേട്ടതും പ്രഭാവതിക്കാണെങ്കിൽ അതങ്ങോട്ട് ഉൾക്കൊള്ളാനൊന്നും ആവണില്ല. എന്നാലും മോനെ ഇതൊന്നും വേണ്ടായിരുന്നു, അത് പിന്നീട് വലിയ പ്രശ്നങ്ങളാവും, മോൻ എന്തിനാ ഇത് മേടിച്ചതെന്ന് ചോദിക്കുമ്പം അതമ്മേ ബെല്ല സന്തോഷത്തോടു കൂടി തന്നതല്ലേ, അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ വാങ്ങാതിരിക്കണേ, അമ്മ ഇനി അതും ഇതൊക്കെ പറഞ്ഞ് എന്നെ സങ്കടപ്പെടുത്തല്ലേ എന്ന് പറയുമ്പം ഈ പ്രഭാവതി ആണെങ്കിൽ കാറിൻ്റെ താക്കോലൊക്കെ മേടിക്കുന്നുണ്ട്. ഇതേ സമയം സിദ്ധാർത്ഥൻ ഓട്ടോയിൽ വന്നിറങ്ങിയിട്ട് വീട്ടിലോട്ട് നോക്കണ സമയത്ത് അവിടെ ഒരു കാറ് കിടക്കണ കണ്ടിട്ട് ഇത് ആരുടെ കാറായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് വന്നിട്ട് നന്ദനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഇപ്പോൾ ഇവിടെ നിൽക്കണേ, നീ എങ്ങനെയാണ് വന്നേ, ഈ കാറ് ആരുടെ, ഇവിടെ ആരാ വന്നേക്കണേ, ഇവിടെ ആരെങ്കിലും ഗസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ഈ പ്രഭാവതിയും നന്ദനും ആണെങ്കിൽ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കണേ ഉള്ളൂ. എന്നിട്ട് പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കണതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ, നിങ്ങൾ രണ്ടുപേരും എന്താ ഒന്നും മിണ്ടാത്ത, ഇത് ആരുടെ കാറാന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അത് നന്ദന് ഗിഫ്റ്റ് കിട്ടിയതാണ്. അന്നേരം സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, ഗിഫ്റ്റോ, ആര് കൊടുത്ത ഗിഫ്റ്റ്, എന്തിന് കിട്ടിയ ഗിഫ്റ്റ് എന്നൊക്കെ ചോദിക്കുമ്പം അത് വേറെ ആരുമല്ല, നന്ദൻ്റെ ഫ്രണ്ടില്ലേ ഇസബല്ല, അവൾ കൊടുത്തതാന്ന് പറയുമ്പം സിദ്ധാർത്ഥനാണെങ്കിൽ അത് കേട്ടിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാനേ പറ്റണില്ല. അപ്പോൾ സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഗിഫ്റ്റ് തരാൻ പാകത്തിന് എന്തു ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത്, ഇസബല്ല എന്തിനാണ് നിനക്ക് ഇത്രയും വില പിടിപ്പുള്ള ഒരു കാറ് ഗിഫ്റ്റായിട്ട് തന്നത്, അതിനെന്തെങ്കിലും കാരണമുണ്ടോ, ഇനിയിപ്പം ഇസബല്ലയ്ക്കാണോ നിങ്ങൾ ആ ഫയലൊക്കെ കൊണ്ടുപോയി കൊടുത്തത്, അതോ കെ നായരുടെ പ്ലാന്റിന് അനുമതി വാങ്ങിക്കൊടുത്തതിൻ്റെ പാരിതോഷികമായിട്ട് കിട്ടിയതാണോ എന്നൊക്കെ ചോദിക്കുമ്പം ഈ പ്രഭാവതി പറയുന്നുണ്ട്, അതൊന്നും അല്ല സിദ്ധു എന്തിനെങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണേ, ഇത് ഇസബല്ല സ്നേഹം കൊണ്ട് കൊടുത്തതാന്ന് പറയുമ്പം ഇത്രയും വലിയ ഗിഫ്റ്റ് തരാൻ പാകത്തിന് എന്ത് സ്നേഹം ഇസബല്ലയ്ക്ക് നന്ദനോടുള്ള, ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടതൊക്കെ സത്യമാണോ എന്നൊക്കെ ചോദിക്കുമ്പം നന്ദനാണെങ്കിൽ പറയുന്നുണ്ട്, അച്ഛൻ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും പറയല്ലേ എന്ന് പറയുമ്പം ഈ സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, ഇനി ആ ഫയൽ നഷ്ടപ്പെട്ടതിൻ്റെ പിന്നിലും നിങ്ങൾ തന്നെയാണോ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി ചോദിക്കുന്നുണ്ട്, സിദ്ധു എന്തൊക്കെയായി പറയണേ, എന്തെങ്കിലും പറയുമ്പോൾ ആലോചിച്ച് പറയണമെന്ന് പറയുമ്പോൾ അതല്ല, ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ, ആ ഫയൽ കിട്ടിയില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയോ, ആ ഫയൽ കിട്ടിയില്ലെങ്കിൽ അത് ദേവികയുടെ MLA സ്ഥാനത്ത് വരെ ബാധിക്കും, ദേവിക രാജിവെച്ച് പോരേണ്ടി വരും എന്നും പറഞ്ഞ് സിദ്ധാർത്ഥനാണ് ഈ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. സിദ്ധാർത്ഥൻ പോയി കഴിഞ്ഞതും നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ നന്ദനോട് പറയുന്നുണ്ട്, നന്ദ ഇതുപോലുള്ളൊരു ഗിഫ്റ്റൊന്നും ഇനി ആരോടും സ്വീകരിക്കരുത്, അതുമാത്രമല്ല ഇത് നമുക്ക് പറ്റിയതൊന്നുമല്ല, ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഉള്ളിലൊരു ഭയം തോന്നുന്നു, ഇതിൻ്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് നന്ദ, അതുകൊണ്ട് നീ ഇത് തിരിച്ചു കൊടുത്തേരെന്ന് പറഞ്ഞ് ആ താക്കോല് കൊടുത്തിട്ട് പ്രഭാവതി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരികയാണെങ്കിൽ ഈ കെവിൻ്റെ കൂടെ ഇങ്ങനെ പോണ സമയത്ത് കെവിനോട് ഭയങ്കര സ്നേഹമായിട്ടൊക്കെയാണ് ശാരിക സംസാരിക്കണത്. സാരി ഉടുത്തതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പം കെവിൻ പറയുന്നുണ്ട്, സാരിയിൽ ശാരീനെ കാണാൻ എന്തൊരു ഭംഗിയാണ്, എന്നായാലും ഇനി ഇതുപോലെ സാരി ഉടുത്താൽ മതി കേട്ടോ എന്ന് പറയുമ്പം ശാരികയ്ക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് പറയുന്നുണ്ട്, ഏട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അനുസരിക്കാതിരിക്കുമോ, ഏട്ടൻ്റെ ആഗ്രഹം അതാണെങ്കിൽ ഇനി ഞാൻ എന്നും സാരി തന്നെ ഉടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പോണ സമയത്ത് ഈ കെവിനാണെങ്കിൽ ഈ ശാരികയോട് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. പക്ഷേ കെവിൻ്റെ മുഖഭാവവും സംസാരമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കെവിൻ മനഃപൂർവ്വം ശാരികയെ പെടുത്തിയേക്കണേന്ന്. പിന്നീട് നമ്മളുടെ രാധികയാണെങ്കിൽ ശാരികയെ വിളിച്ചിട്ട് ശാരികയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞ് ദേവികേനെ വിളിക്കുന്ന സമയത്ത് ദേവിക പറയുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യാനാ അമ്മേ, ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അവൾ പോയ വഴി പോട്ടെ എന്നാണോ നീ പറയണേന്ന് ചോദിക്കുമ്പോൾ അതല്ല അമ്മേ, അവൾ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, നമ്മൾ എത്ര കാര്യങ്ങൾ അവളോട് പറഞ്ഞു, അവളതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ, ഇപ്പോഴാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുമ്പം രാധിക പറയുന്നുണ്ട്, രാവിലെ തന്നെ അവൾ പതിവില്ലാതെ സാരിയൊക്കെ കൊടുത്ത് പോയത് അവളുടെ ആ കാമുകനെ കാണാനായിരിക്കും, ഇനി അവൻ എത്രക്കാരനാന്നൊക്കെ ആർക്കറിയാമെന്ന്. പിന്നീട് കാണിക്കുന്നതാണെങ്കിൽ നമ്മളുടെ രജനിയാണെങ്കിൽ ഗിരി മസാല ദോശയ്ക്ക് പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഗിരിയുടെ അമ്മ വന്ന് പറയുന്നുണ്ട്, വഴിയിൽ ആരെങ്കിലും കണ്ട് സംസാരിച്ച് നിൽക്കുമായിരിക്കും, എന്തായാലും മോള് സമാധാനമായിട്ടിരിക്കുക, ഗിരി ഇപ്പം തന്നെ വരുമെന്ന്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഗിരീഷിനെ അങ്ങോട്ട് വരുന്നുണ്ട്. ഗിരീഷിനെ കണ്ടതും രജനി ചോദിക്കുന്നുണ്ട്, എന്താ ഗിരി പോയിട്ട് ഇത്ര വൈകിയെന്ന് ചോദിക്കുമ്പം അതേ ഒരു കാര്യം ഉണ്ടായി, ഞാൻ പോയ വഴിക്ക് ശാരികയെ കണ്ടിരുന്നു,
എന്നിട്ട് അവൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ശാരികേനെ കണ്ടത് അത്ര പന്തിയല്ലാത്ത രീതിയിലാണ്. ഞാൻ പോണ വഴിക്ക് ശാരിക ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ട് നിൽക്കണേ കണ്ടത്. ശാരികയാണെങ്കിൽ ഇന്ന് സാരിയൊക്കെ കൊടുത്ത് ഒരു മുതിർന്ന പെണ്ണായിട്ടാണ് നിൽക്കണുണ്ട്. ഞാൻ ശാരികയാണോ എന്നുള്ള സംശയത്തിൽ ചെന്നപ്പോൾ അത് ശാരിക തന്നെയായിരുന്നു. അവൾ എന്തിനാ അവിടെ വന്നതെന്ന് ചോദിക്കുമ്പം അത് ഒരു ഫ്രണ്ടിനെ കാണാനാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാനും നിൽക്കാം, ശാരികയുടെ ഫ്രണ്ടിനെ എനിക്കും കാണാമല്ലോ എന്നും പറഞ്ഞ് ഞാനവിടെ നിന്നപ്പം ശാരിക എന്നോട് പറഞ്ഞു, ഗിരിയേട്ടൻ പോയിക്കോ, എന്തായാലും എൻ്റെ ഫ്രണ്ട് വരുമ്പോൾ ഞാൻ പോകുമെന്നും പറഞ്ഞ് എന്നെ മനഃപൂർവ്വം ശാരിക അവിടെ നിന്ന് ഒഴിവാക്കി വിട്ടതാണ്. പിന്നീട് ഞാൻ പോരാൻ വേണ്ടി ബൈക്കിൽ കയറിയതും ഒരു കാറ് ശാരികയുടെ മുമ്പിൽ വന്ന് നിന്നു. ശാരിക ആ കാറ് വന്നതും ഞാൻ പോയോന്നൊക്കെ നോക്കി വെപ്രാളപ്പെട്ട് ആ കാറിലോട്ട് കയറണ കയറുന്ന സമയത്തും ഞാൻ കാണുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശാരികയുടെ ആ പോക്കത്ര പന്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഗിരീഷേട്ടൻ എന്തിനാ അവളെ വിട്ടേന്ന് ചോദിക്കുമ്പം അതെന്ത് ചോദ്യം രജനി ചോദിക്കണം. ശാരിക അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെ പോകാൻ നിൽക്കുമ്പം എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ തന്നെ അവളെ തടയാനുള്ള എന്ത് അധികാരം എനിക്കുള്ളതെന്ന്. ഈ സമയത്ത് രജനി പറയുന്നുണ്ട്, അല്ലെങ്കിലും കുറച്ചായിട്ട് ശാരികയ്ക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. അതെങ്ങനെയാണ്, ദേവികയുടെ അല്ലേ അനുജത്തിന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രാധികയും മാധവനും ആണെങ്കിൽ ഈ ശാരിക വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതുകൊണ്ട് തന്നെ വിഷമിച്ചിരിക്കുന്നുണ്ട്. വീണ്ടും ദേവികയെ വിളിക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ അമ്മ, അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങൾക്കിടയിലാണ് ഞാൻ. സമയത്ത് രാധിക പറയുന്നുണ്ട്, അത് ഞങ്ങൾക്കറിയാം മോളെ, എന്നാലും മോളുടെ ഒരു സ്വരം കേൾക്കുമ്പോൾ എനിക്കൊരു ആശ്വാസമുണ്ട്, അതുകൊണ്ടാണ് നീ ശാരികയെ വിളിച്ചു നോക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ശാരിനെ കുറേ പ്രാവശ്യം വിളിച്ചു നോക്കിയമ്മേ, അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പിന്നീട് ദേവിക പറയുന്നുണ്ട്, എന്തായാലും ഞാൻ മുരളിയോട്ടനോടൊന്ന് പറയാം. അന്നേരം രാധിക പറയുന്നുണ്ട്, മുരളിയോട് പറഞ്ഞാലും മുരളി ഇപ്പം എന്ത് ചെയ്യാനാണ് മോളെ എന്ന് ചോദിക്കുമ്പം എന്നാലും ആരെങ്കിലും അറിയിക്കണമല്ലോ അമ്മേ, നമ്മളിത് രഹസ്യമായിട്ട് വയ്ക്കാൻ പാടില്ലല്ലോ. ശാരിക പോയിട്ട് എത്ര സമയമായി, ഇതുവരെ അവളെക്കുറിച്ച് ഒരു അറിവുമില്ലല്ലോ എന്ന്. പിന്നീട് കാറിൽ കയറിയതും മുരളിയോട് ഈ ദേവിക കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മുരളി ചോദിക്കുന്നുണ്ട്, ഈ ശാരിക പ്രണയിക്കുന്നത് ആരെയാന്ന് ശാരിക പറഞ്ഞു എന്ന് ചോദിക്കുമ്പം ഇല്ല മുരളിയേട്ടാ, അതല്ലേ പ്രശ്നം, ഇതുവരെയും അവൾ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പം അവൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മുരളി പറയുന്നുണ്ട്, ശാരിക പ്രണയിക്കുന്ന ആൾ ആത്മാർത്ഥത ഉള്ളവനായാൽ മതിയായിരുന്നു. ഇത് ഒരു സൈഡിൽ മാത്രമേ പ്രണയമുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അയാൾ ചിലപ്പോൾ പ്രണയം അഭിനയിക്കണേ എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, നമ്മളതെല്ലാം പറഞ്ഞു കൊടുത്തില്ലേ. ഒന്നാമതേ അവൾക്ക് ഞാനും മുരളിയേട്ടനും ഗിരീഷേട്ടനൊക്കെ പ്രണയിച്ച് കെട്ടിയതായതുകൊണ്ട് തിരിച്ച് നമ്മളോട് ആ ഒരു ചോദ്യം അവൾ ചോദിക്കണേ, നമുക്ക് പിന്നെ അതിന് ഉത്തരം ഉണ്ടാവില്ലല്ലോ. എന്തായാലും അവളിങ്ങോട്ട് വരട്ടെ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടെന്നും പറഞ്ഞ് ദേവികയാണെങ്കിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനയും പ്രഭാവതിനെയാണ്. നന്ദനാണെങ്കിൽ ആ കാറിൻ്റെ താക്കോലും കൊണ്ട് വീണ്ടും പ്രഭാവതിയുടെ അടുത്തേക്ക് വരിക. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ, ഇനിയിപ്പോൾ ഈ ഗിഫ്റ്റ് ഇസബല്ല തന്നത് ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടാവൂലേ, അവർക്ക് ബുദ്ധിമുട്ടായാൽ അതെൻ്റെ ജീവിതത്തെ ബാധിക്കുമെന്ന് അമ്മയ്ക്ക് അറിയില്ലേ. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ, എന്നാലും ഇതിപ്പോൾ ദേവികയുടെ ഭാവിയെ ബാധിക്കണ കാര്യമാണ്. എന്തായാലും ദേവിക ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കൂല. അതുമാത്രമല്ല ഈ ഗിഫ്റ്റിൻ്റെയൊക്കെ പിന്നിൽ വേറെ എന്തെങ്കിലും ഒരു ചതി ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നന്ദ എന്ന് പറയുമ്പോൾ ഒരു ചതി ഇല്ലാമേന്ന് പറയുന്നു. ആ സമയത്താണ് പ്രഭാവതി സിദ്ധാർത്ഥം പറഞ്ഞ ആ ഒരു കാര്യം ഓർക്കണേ. എന്നിട്ട് പ്രഭാവതി നന്ദനോട് ചോദിക്കുന്നുണ്ട്, നന്ദ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ എന്നോട് സത്യം പറയണം, ആ ഫയൽ ഇവിടുന്ന് നഷ്ടപ്പെട്ടതിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന്. അന്നേരം നന്ദൻ ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുന്നുണ്ട്. പ്രഭാവതിക്കാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ സംശയം തോന്നിയിട്ട്, പറ നന്ദ, നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോ, എന്തുണ്ടെങ്കിലും അമ്മയോട് തുറന്നു പറ, ഒന്നും മറച്ചു വെക്കല്ലേ എന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, അമ്മേ ഞാൻ ആ ഫയൽ ഇവിടുന്ന് എടുത്ത് മാറ്റിയെന്ന്. ആ സമയത്ത് നമ്മളുടെ ദേവികയാണെങ്കിൽ വീട്ടിലോട്ട് കയറി വന്ന് ഇവരുടെ അടുത്തെത്താറായപ്പോഴാണ് നന്ദനി പറയുന്നത് ദേവിക കേൾക്കുന്നത്. അപ്പം പ്രഭാവതി നന്ദനോട് ചോദിക്കുന്നുണ്ട്, ആർക്ക് വേണ്ടിയിട്ടാണ് നന്ദ നീ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പം ഇസബല്ല പറഞ്ഞിട്ട് ഇസബല്ലയുടെ പാപ്പന് ആ ഫയൽ കൊണ്ട് എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു, അത് കൊടുത്തില്ലെങ്കിൽ വീണ്ടും അവരെൻ്റെ കേസ് കുത്തിപ്പൊക്കിയെങ്കിലും എന്ന് കരുതി അമ്മയെ ഞാൻ ആ ഫയൽ കൊണ്ടേ കൊടുത്ത്, അല്ലാതെ ദേവീനെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതിയല്ല. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, അത് വലിയൊരു ചതിയായി പോയല്ലോ നന്ദ നീ ചെയ്തത്, ഇനി ദേവികയെ അതെങ്ങനെ ബാധിക്കുമെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ സിദ്ധു പറഞ്ഞത് കേട്ടില്ലേ, ദേവികയുടെ MLA സ്ഥാനം വരെ പോകാൻ സാധ്യതയുണ്ടെന്ന്. അത് കേട്ടത് നന്ദൻ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ, ഞാൻ ദേവിയോടുള്ള വെറുപ്പ് കൊണ്ടൊന്നും അല്ലല്ലോ അങ്ങനെ ചെയ്തത്, എൻ്റെ അവസ്ഥ അങ്ങനെയായി പോയതുകൊണ്ടല്ലേ. എന്തായാലും നീ ചെയ്തത് ചെയ്തു, ഇനി ഇസബല്ല ഇങ്ങനെ എന്തെങ്കിലും കാര്യം ആവശ്യപ്പെട്ടാൽ നീ അതൊന്നും ചെയ്യാൻ നിൽക്കരുതെന്ന് പറയുമ്പം നന്ദൻ പറയുന്നുണ്ട്, ഇല്ല അമ്മേ, ഞാനിനി ഒന്നിനുമില്ല, എന്തായാലും അമ്മ ഈ കാര്യം അച്ഛനോടോ ദേവിയോടോ പറയരുത്, എനിക്ക് അമ്മ സത്യം ചെയ്ത് തന്നെന്നും പറഞ്ഞ് നന്ദനാണ് ഇങ്ങനെ കൈ നീട്ടുന്ന സമയത്ത് പ്രഭാവതി, ഞാനായിട്ടിത് ആരോടും പറയില്ല, പക്ഷേ ഇതെങ്ങാനും
സിദ്ധു പറഞ്ഞാൽ എന്താ സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല എന്ന്. ഇതേ സമയം നമ്മളുടെ ദേവികയാണെങ്കിൽ പുറത്തുനിന്ന് ഓടി വരുന്നുണ്ട്. ഇതെല്ലാം കേട്ടോണ്ടാണ് വന്നെ. എന്നിട്ട് വന്നതും നന്ദൻ്റെ ബനീൻ്റെ കോളറിൽ പിടിച്ചിട്ട്, എടോ താൻ എന്നെ ചതിക്കുമായിരുന്നില്ലേ, എൻ്റെ കൂടെ നിന്നിട്ട് എന്നോട് ഇങ്ങനെ ദ്രോഹം ചെയ്യാൻ തനിക്ക് എങ്ങനെ തോന്നിയിടുമെന്നും ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കുന്ന സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, അത് ദേവി ഞാൻ മനഃപൂർവ്വം അല്ല, പറ്റിപ്പോയി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ, എന്ത് പറ്റിപ്പോയി, അന്ന് കെ നായരുടെ പ്ലാന്റിന് അനുമതി കൊടുക്കണമെന്നും പറഞ്ഞ് അമ്മയും മോനും കൂടി എന്നെ ഭീഷണിപ്പെടുത്തിയല്ലേ അതിൽ ഒപ്പ് വെപ്പിച്ചത്, എന്നിട്ട് വീണ്ടും എന്നെ ചതിക്കുമായിരുന്നില്ലേ, ആ ഫയൽ എനിക്കിപ്പോൾ കിട്ടണം, അത് കിട്ടാണ്ട് ഞാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം പോലീസിൽ അറിയിക്കുമെന്ന്. അത് കേട്ടതും പ്രഭാവതി വന്നിട്ട് ദേവികയോട് പറയുന്നുണ്ട്, ദേവിക മോളെ നീ ഒന്ന് സമാധാനത്തിൽ ആലോചിക്കുക, ആ ഫയൽ ഇപ്പം നന്ദൻ്റെ കയ്യിലില്ല, അത് ഇസബല്ലയ്ക്ക് കൊടുത്തു കഴിഞ്ഞു, ഇസബല്ല അത് അവളുടെ പാപ്പനും കൊടുത്തിട്ടുണ്ട്, ഇനി ആ ഫയൽ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല, അതുകൊണ്ട് ആ ഫയൽ നന്ദന എടുത്തതെന്ന് മോൾ ആരോടും പറയരുതെന്ന്. എന്നാലും ദേവിക ചോദിക്കുന്നുണ്ട്, അമ്മയും മോനും കൂടെ ഒത്തോണ്ടുള്ള കളിയല്ലേ, അപ്പോൾ ആ ഫയൽ കൊടുത്തതിൻ്റെ ആയിരിക്കും പുറത്ത് എടുക്കുന്ന കാറ് ഗിഫ്റ്റായിട്ട് കിട്ടിയേക്കണേ. എന്തായാലും ഞാനിതങ്ങനെ വെറുതെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല, അമ്മേനെയും മോനെയും ഞാൻ ജയിലിൽ കയറ്റുമെന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദേവിക ഇങ്ങനെ അലറുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ സിദ്ധാർത്ഥൻ ഇതെല്ലാം കേട്ടുകൊണ്ട് താഴേക്ക് വരുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.